ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തന്മയ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നാട്ടിൽ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യായിരുന്നു. സോ ഞാൻ ആദ്യമായിട്ട് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ്. പക്ഷേ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് അടുത്ത മാസം ചെയ്യാം. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്താഴ്ച എന്തെങ്കിലും ചെയ്യാം. സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരിക്കും. സോ ഞാനിന്ന് ചെയ്യാൻ പോകുന്നൊരു കലോത്സവം പ്രാക്ടീസ് ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങൾക്ക് ഇനി ഒരാഴ്ച, പക്ഷേ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച പോട്ടെ, 3 ആഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കലോത്സവം തുടങ്ങും. സോ അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. ഇത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എക്സ്ട്രാ വെച്ചിട്ട് പ്രാക്ടീസ് ഉണ്ട്. ഇന്നിപ്പോൾ സ്കൂളിൽ പോകണം ഗൈസ്. 9:30 ആകുമ്പോൾ പോയാൽ മതി. 9:30 മണിയൊക്കെ ഇവിടുന്ന് പോകണം. ഞാൻ 7 മണിയായപ്പോൾ എഴുന്നേറ്റ്. എനിക്ക് 8 മണിയായപ്പോൾ എഴുന്നേക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 7 മണിക്ക് എഴുന്നേറ്റു. സാരമില്ല, പോട്ടെ. സോ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ട് പല്ല് മാത്രം കഴിച്ചു. ഞാൻ മുടി കെട്ടിയിട്ട് ചായ കുടിക്കാൻ നേരം കാണാം. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോകണം. ചായ കുടിക്കുന്ന ആസ് യൂഷ്വൽ TV കണ്ടുകൊണ്ടാണ്. ഞാൻ TV ഓണാക്കിയില്ല. TV ഞാൻ യൂട്യൂബ് പോയി ഞാൻ കാണിച്ചു തരാം. TV എൻ്റെ കാലൊക്കെ ഞാൻ ഈ മുറിയിൽ വന്നിരുന്ന TV കാണും. ചിലപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാറില്ല, അവധിയുള്ള ദിവസം. ഇന്നിപ്പോൾ ശനിയാഴ്ച എനിക്ക് പോകാൻ ഈ സമയമുണ്ട്. 9:15 വരെ സമയമുണ്ടല്ലോ. അപ്പം ഞാൻ ഗ്രൂപ്പ് ഡാൻസിൻ്റെ പ്രാക്ടീസിനൊക്കെ പോകുന്നത്. എൻ്റെ പ്രാക്ടീസ് എൻ്റെ സ്കൂളൊക്കെ കാണിക്കാം. ആദ്യം സ്കൂൾ ബസ് മെയിൻ റൂട്ട്സ് വഴി ഉണ്ട് പ്രാക്ടീസിന് പോകുന്നവർക്ക്. പക്ഷേ എൻ്റെ ഈ റൂട്ടിലില്ല ഗൈസ്. സോ ഞാൻ എന്നെ സന്തോഷം കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സെറ്റാണ്. എല്ലാം ഓക്കെയാണ്. പിന്നെ ഇന്ന് യൂണിഫോം ഇടണം. ഞങ്ങൾക്ക് വെനസ്ഡേയിൽ സ്പെഷ്യൽ യൂണിഫോമാണ്. അതാണ് ഇട്ടുള്ളത്. സോ പിന്നെ ചായ കുടിച്ച് ഞാൻ മേലെന്തായാലും കഴിക്കണം. സോ മേല് കഴുകിയിട്ട് വന്നിട്ട് കാണാം. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു. തേച്ച് പിടിക്കാൻ പറ്റത്തില്ല, ക്യാമറ ഇരിക്കുന്നുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ TV കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയി. 7:30 ആകുമ്പോൾ ഇനി കുളിച്ചിട്ട് 9:15 ആകുമ്പോൾ പോയാൽ മതി. അപ്പം നേരത്തെ കുളിക്കണ്ട. സോ ഇപ്പോൾ ഞാൻ 8 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുളിക്കുന്നില്ല, മെയിൽ മാത്രം കഴിക്കുന്നത്. തല ഞാൻ ഇങ്ങനെ തന്നെ പിന്നി കെട്ടും. കുറച്ച് ഒരു ഷാമ്പൂ ഇട്ടുകൊണ്ടൊരു ഇതുണ്ട്. ഞാൻ ഇച്ചിരി എണ്ണ അതിൽക്കൂടെ പരട്ടും. ബിക്കോസ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കത്തില്ല എൻ്റെ മുടി. ഞാൻ എന്താ TV കാണുന്നത് നിങ്ങൾക്ക് ബിഗ് ബോസ്. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാന്ന് കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ അടുത്ത ദിവസം ഗ്രാൻഡ് ഫിനാലെയാണ് ഗൈസ്. ഓക്കെ. സോ ഗൈസ്, അപ്പം ഇനി നേരത്തെ പറഞ്ഞ പോലെ കുളിക്കാൻ നേരം കാണാം. ഫ്രണ്ട്സ്, ഞാൻ കുളിച്ചിട്ട് വന്നു. എന്താണെന്നേ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. മിററിൽ ഇങ്ങനെയൊന്നും കാണുന്നില്ല അല്ലേ? ഇതാ ക്യാമറ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ യൂണിഫോം. ട്രാക്ക് സ്യൂട്ട് പോലത്തെ യൂണിഫോമാണ്. ഞങ്ങൾക്ക് എപ്പോഴും വെനസ്ഡേ ഇങ്ങനത്തെ യൂണിഫോം വേണ്ടത്. മോസ്റ്റ് ഓഫ് ദ സ്കൂൾസിലും അങ്ങനത്തെ യൂണിഫോം ആയിരിക്കും. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിൽക്കേണ്ട, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പം ഇനി ഞാൻ കണ്ണൊക്കെ എഴുതി മേക്കപ്പ് ഒക്കെ സെറ്റാണ്. സോ നമുക്ക് സെറ്റാവേ. സക്സസ്ഫുള്ളി നമ്മൾ ഐലൈനർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാജൽ എഴുതാം. കാജൽ എഴുതി ഒരു കയ്യിൽ ക്യാമറയിൽ, ഒരു മിനിറ്റ് ഫ്രണ്ട്സ്, ഒരു കൈ ക്യാമറയിൽ, ഒരു കൈ ഫ്രണ്ട്സ്. ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങി കഴിഞ്ഞു. കഴിക്കുക കാണിച്ചിട്ടും ദോശ സാമ്പാർ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒരു ദോശ, അത് സാമ്പാറല്ല കൈ, സോറി, ചമ്മന്തി. എന്നാൻ്റെ പേര് എനിക്കറിയാം. തേങ്ങ ചമ്മന്തി. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പേരറിയത്തില്ല. സോ ഞാത്തപ്പഴം മുഴുങ്ങുന്നുണ്ട്, അത് നമ്മൾ കഴിക്കണം. ഒരു ദോശ എടുത്തിട്ടുണ്ട്. ഞാത്തപ്പഴം മുഴുങ്ങി നമ്മൾ കഴിച്ചിട്ട് കാണാം. അതാ ഫുള്ള് സെറ്റായി, മുടി കിട്ടി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ഒരുമാതിരി ഇരട്ടു. നമ്മൾ എൻ്റെ സ്കൂളിൽ പല ഹൗസ് ഉണ്ട്. റെഡുണ്ട്, ഗ്രീനുണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ. ഞാൻ ഗ്രീൻ ഹൗസാണ്. സോ അപ്പം ഈ പല ഹൗസ് വെച്ചാണ് കോമ്പറ്റീഷൻസ് എല്ലാം നടക്കുന്നത്. കലോത്സവം അങ്ങനെയെല്ലാം. സോ നമുക്ക് ലഞ്ച് എടുത്ത് വെക്കണം. വൈകുന്നേരം
ക്യൂട്ട് ബാഗാണ് എടുത്തേക്കുന്നത്. എടുത്തേക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. ഞാൻ എന്താണെന്ന് എടുക്കുന്നതെന്ന് അതാണ് ലഞ്ച്. ചോറ്, ബീട്രൂട്ട് തോരൻ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മുട്ട പൊരിച്ചുണ്ട്. ഇതാണ് ഗൈസ്. ഇത് ഫ്രൂട്ടി അല്ല ഗൈസ്, ഇത് മാംഗോ ഫ്ലേവർ ടാങ്കാണ്. ഞാൻ ഫ്രൂട്ടിയുടെ ഇതിലോട്ട് പറ്റിക്കാൻ. പിന്നെ എൻ്റെ വാട്ടർ. ഇത് നിങ്ങൾ മറ്റേ ബാക്ക് ടു സ്കൂൾ വ്ളോഗ് കാണാത്തൊരു പോയി കാണാൻ. നിങ്ങൾക്ക് ഇതെല്ലാം എവിടെയാണ് കണ്ട് പരിചയമില്ല. ആ ഈ ഒരു ലഞ്ച് ബോക്സ് ഇപ്പോൾ പൊയിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഈ ലഞ്ച് ബോക്സ് എൻ്റെ ഉണ്ട്. ഇത് കേറത്തില്ല ഗൈസ്. എല്ലാം ബ്ലൂ ആണ്. പക്ഷെ അങ്ങനെ ഡാൻസിന് വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാം കൂടി ഇതിനകത്ത് കൊള്ളിക്കണം. കൊള്ളിച്ചേ പറ്റും. കൊള്ളിച്ചിട്ട് വരാം. ബാഗിലെല്ലാം സാധനങ്ങളും കൊള്ളിച്ചു. ഇതിലും വലിയ ബാഗ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒത്തിരി വലുത് എടുക്കണ്ടല്ലോ. അത് ഭയങ്കര വലുതാണ്. മറ്റേ നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി അടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലെല്ലാം കൂടെ കൊള്ളിച്ചത്. 2 വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, പിന്നെ 2-3 ടിഷ്യൂ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഇനി അടുത്ത പരിപാടി ഇരുട്ടാണ് ഗൈസ് ഇവിടെ. വാച്ച്. സോ ഞാൻ വാച്ച് കെട്ടിയിട്ട് ഇനി ഇറങ്ങാൻ നേരം കാണാം. ഇനിയിപ്പം ഇപ്പോൾ സമയം 8:45 നമ്മൾ 9 മണി 9:15 ഇറങ്ങും. സോ ഇറങ്ങാൻ നേരം കാണാം. ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക്. എൻ്റെ ബാഗ് കൊണ്ട് ഇവിടെ സന്തോഷിച്ച വണ്ടി ഓടിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനില്ല. ബിക്കോസ് ഞാൻ സനിയമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സനിയമ്മ വീഡിയോ കോൾ വിളിച്ചായിരുന്നു. സനിയമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിലെത്തിയിട്ട് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എത്താറാവുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് സ്കൂളിലെത്തി. ഇവിടെ നിന്ന് നേരെ പോണേ. നേരെ പോയിട്ട് അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇറക്കി വിട്ടാലും മതി. ഞാൻ ഇതുവഴി അങ്ങോട്ട് കയറി പോക്കോളാം. എന്നിട്ട് ഇതുവഴി തിരിച്ചിട്ട് അങ്ങോട്ട് പോയാലും മതി. ഇവിടെ പോകാനൊരു വഴി ഉണ്ടായിരുന്നു. സോ ഗൈസ് സ്കൂൾ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം സ്കൂൾ. എൻ്റെ സ്കൂളിലേക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. സോ ഗൈസ് അപ്പം ഞാൻ ഇനി തിരിച്ച് സ്കൂളിൽ പോട്ടെ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ കോതനല്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആധാർ ശരി, എന്താ യൂണിഫോം പോലും മാറിയിട്ടില്ല. ആധാർ ശരിയാക്കണം. ആധാർ ശരിയാക്കാൻ വേണ്ടി പോവാണ്. സോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഹോസ്റ്റലിനൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർത്തത്. ഇവിടെ ഒരുത്തനുണ്ട്. ഹായ്. അവനിപ്പോ എപ്പോഴാണ് നീ വന്നത്? ഉച്ചയൊക്കെയപ്പോ അവൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അവന്റെ ആധാർ പുതുക്കണം, എന്റെ ആധാർ പുതുക്കണം. സോ ഗൈസ് ഇനി ഞാൻ ഇവിടെ എവിടെയാ മറ്റേ ആധാർ ശരിയാക്കുന്ന സ്ഥലത്ത് എത്തുമ്പോ മറ്റേ ആ സ്ഥലത്തിന് പിന്നെ അക്ഷയയിലെത്തുമ്പോ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാം. സോ ഗൈസ് ഇതാണ് സരിതാമ്മ. സരിതാമ്മ ആരാ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഹായ്. സോ ഗൈസ് ഞാൻ എന്താ വീട്ടിലെത്തി. ആധാർ ശരിയാക്കാൻ പോയിട്ട് നടന്നില്ല. അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സരിതാമ്മയൊക്കെ ഇപ്പോൾ എപ്പോഴാണ് വന്നത്? ഉച്ചയായപ്പോൾ വന്നതാണ്. മധുവച്ചൽ നിങ്ങൾക്ക് പുറകെ കൂടി കാണാൻ പറ്റുന്നു. മണിക്കൊണ്ട് അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ അവനെ കാണിക്കാൻ പറ്റത്തില്ല. സോ ഗൈസ് അപ്പോൾ ഇനി ഒരു പോകാൻ നേരത്ത് കാണാം. ഹായ് ഫ്രണ്ട്സ്. ഞാൻ എന്താ കുളിച്ച് വന്നു. ഞാൻ സരിതാമ്മയൊക്കെ പോയിട്ടോ. അപ്പം ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പിന്നെ ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞെന്നറിയില്ല. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ ആഴ്ച നമുക്ക് എന്തായാലും ഒരു വീഡിയോയെ കാണത്തുള്ളൂ. ബിക്കോസ് എന്താ ഇന്ന് സാധാരണ ഞാൻ ശനിയാഴ്ചയാണ് എല്ലാ ദിവസം വീഡിയോ എടുക്കാറ്. നമ്മൾ സാധാരണ വീഡിയോ പോസ്റ്റ് ചെയ്യാറ് വെള്ളിയാഴ്ച ബുധനാഴ്ചയാണല്ലോ. അല്ല ബുധനാഴ്ച വെള്ളിയാഴ്ചയാണല്ലോ. സോ എനിക്ക് ഈ ആഴ്ച ബുധനാഴ്ച വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ ശനിയാഴ്ച എന്തായാലും പോസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ ഞാൻ ഇനിയിപ്പം സമയമില്ലല്ലോ. നമ്മൾ ഇനിയിപ്പോൾ ഒരു അമ്പലത്തിലൊക്കെ പോകണം ഇങ്ങോട്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കലോത്സവം ഈ ആഴ്ച ഒരു വീഡിയോ അങ്ങനെ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊക്കെ ന്യൂസൊക്കെ പോകും അങ്ങനെ ആയിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ വീഡിയോ കൊള്ളാം. ഞാൻ പുറത്തിരിക്കുന്നതുകൊണ്ട് വീട് ഓക്കെ. സോ ഗൈസ് അപ്പം ഞാൻ അമ്പലത്തിൽ പോവാണ്. കൈതട്ടി വീഡിയോ കട്ടായി. സോ ഗൈസ് അപ്പം ഇനി നമുക്ക് എന്തായാലും റെഡി ആവാം. റെഡി ആയിട്ട് കാണാം. അതായിരിക്കുന്നില്ല. സോ റെഡി ആയിട്ട് കാണാം.
അപ്പം ഞാൻ എന്താ റെഡിയായി പോകാൻ വേണ്ടി വിദ്യാർത്ഥിന് ഒരുങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കാര്യം മാത്രമേ ഇത് എനിക്ക് മടിയുന്നത്. സോ ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു കുർത്തിയാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടൊരു യെല്ലോ കളർ കുർത്തി ആൻഡ് എ ബ്ലാക്ക് കളർ പാൻറ്. സോ ഗൈസ് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുർത്തി. നമ്മളിന്ന് 2 അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പം 2 അമ്പലത്തിൽ പോകുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു അമ്പലം, ഇച്ചിരി ദൂരെയാണ്. അവിടെയാണ് എൻ്റെ അരങ്ങേറ്റം നടന്നത്. അവിടെ ലൈറ്റ് ഓഫ് ആക്കിയ ഗൈസ്, ലൈറ്റ് ഓഫ് ആക്കി എൻ്റെ കൂടെ. അവിടെയാണ് ഇങ്ങനെ പിടിക്കാം, അവിടെയാണ് എൻ്റെ അരങ്ങേറ്റം നടന്നത്. വണ്ടി എടുത്തിട്ട് പോകുമോ? അപ്പോൾ ഗൈസ് ഇറങ്ങാണ്, വണ്ടി ഇരുന്ന് കാണാം. ഹലോ ഫ്രണ്ട്സ്, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ വന്നത് മലയമ്പലത്തിലാണ്. മിക്കവാറും അറിയാമായിരിക്കും. അപ്പം കണ്ടു ഞാൻ അമ്പലം കാണിച്ചത്. ഇതാട്ടോ അമ്പലം, ശ്രീ മല്ലൂർ മഹാഗണപതി. ഫ്രണ്ട്സ് നമ്മളിനെ ഇതേ മലർന്നു അല്ല നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഒപ്പം നിന്ന് നിൽക്കാം, അപ്പം നിന്നിട്ട് പോകാം. സോ ഇത് നമ്മൾ പോകുന്നു ഇരയമംഗലത്ത് എൻ്റെ അരങ്ങേറ്റം നടന്ന അമ്പലത്തിലാണ്. ഇരയമംഗലത്തിൻ്റെ എൻ്റെ അരങ്ങേറ്റം നടന്ന അമ്പലത്തിലോട്ടാണ് പോകുന്നത്. വണ്ടിയില്ല, ഇത് എന്നാ ഫോൺ അടിക്കാതിരിക്കുക. അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമല്ലോ. സോ അപ്പോൾ നമുക്ക് ഞാൻ അമ്പലത്തിലെത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ് നിങ്ങളവിടെ ഒരു സ്റ്റേജ് കാണുന്നുണ്ടോ? അയ്യോ അധികം കാണത്തില്ലല്ലേ. അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പം നല്ല ഇരുട്ടായി. സോ അവിടെയാണ് ഞാൻ ഇറങ്ങിയ സ്റ്റേജ്. ഗൈസ് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. സോ ഇറങ്ങി വണ്ടി കയറിയിട്ട് കാണാം. ഫ്രണ്ട്സ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നല്ല ലൈറ്റ് കുറവുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയാണ്. 7 മണിയായി. സോ നല്ല ലൈറ്റ് കുറവാണ്. സോ നമ്മൾ ഇവിടെ വണ്ടിയുടെ ലൈറ്റ് ഉണക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്തായാലും കുറച്ച് പിന്നെ നമുക്ക് പ്രസാദമൊക്കെ ഇടയിൽ പഴമൊക്കെ അത് കഴിക്കണം. സോ ഗൈസ് അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ് നമ്മളിതാ ഇപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം സമയം 7:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് എത്തിയതേ ഉള്ളൂ. ഡ്രസ്സ് മാറുന്ന സമയമായതേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ മിൽക്കി മിക്സിൻ്റെ ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ് അപ്പോൾ ഇനി ജ്യൂസ് കൊടുത്തിട്ട് ഇപ്പോൾ അമ്മ ജ്യൂസ് കൊടുത്തിട്ട് കഴിക്കാൻ നേരം കാണാം. ഫ്രണ്ട്സ് ഇപ്പോൾ സമയം 9 മണി. ഞങ്ങളിതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കണം. അമ്മച്ചി ഭദ്രവെപ്പിന് പോയിട്ടായിരുന്നു. അമ്മച്ചി കഴിക്കാൻ ബ്രെഡോ അല്ല ബ്രെഡല്ലല്ലോ എന്താണ് ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിന്യൂവേഷൻ TV കാണുന്നു, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. സോ ഞാൻ TV ആണ്. ഇനിയിപ്പോൾ എന്തായാലും 9:30 മേബി കുറച്ച് നേരം എന്തായാലും ബിഗ് ബോസ് കാണും. ബിഗ് ബോസ് കാണാതിരിക്കത്തില്ല, എനിക്ക് ബിഗ് ബോസ് കാണാൻ ഇഷ്ടമാണ്. സോ ബിഗ് ബോസ് ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം യൂട്യൂബിലാണ് ബിഗ് ബോസ് കാണാറ്. സോ ഗൈസ് അപ്പം ഇനി കഴിക്കാൻ നേരം കാണാം. ഫ്രണ്ട്സ് ഞാൻ മുടി ഇച്ചിരി വേഗത്തിൽ ഇരിക്കുന്നത് കുഴപ്പമില്ല. നമ്മൾ കഴിച്ചു കഴിഞ്ഞു. കഴിക്കാൻ ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 9:15 സോ 10:30 ആകുമ്പോൾ ഞാൻ കിടക്കുമ്പോൾ. സോ അപ്പം നീ കിടക്കാൻ തന്നെ കിടക്കും. ഇനിയിപ്പം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കണ്ടിന്യൂ പോണ്. സോ ഗൈസ് അപ്പോൾ ഇനി കിടക്കാൻ നേരം കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അവിടെ ഉറങ്ങാൻ പോവാണ്. 10:30 എനിക്ക് ഉറക്കാൻ വേണം. അതായത് നമ്മൾ കിടക്കുന്ന ബെഡ് ഞാൻ ഈ മൂലയിൽ അമ്മച്ചപ്പുറത്തും. സോ ഞാനും അമ്മച്ചയും കൂടി ഇവിടെയാണ് കിടക്കാറ്. എന്താ വെച്ചാൽ അപ്പുറത്താട്ടോ കിടക്കുന്നത്. ഇങ്ങനെ ഇടയിൽ ലൈഫ് അതിൻ്റെ വരി ഇത് ഗൈസ്. സോ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.